വന്ന് വണ്ടി കയറ്, ഒരു ചെറിയ പണിയുണ്ട്. തൃശ്ശൂർ തോൽക്കുമ്പോൾ കെ മുരളീധരനെ സാധാരണഗതിയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്ററായിട്ടാണ് കേരളം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വടക്കാഞ്ചേരി തോക്കുമ്പോൾ കോഴിക്കോട് പോയി ജയിക്കും, കോഴിക്കോട് തോക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിക്കും, വട്ടിയൂർക്കാവിൽ ജയിച്ചു നിൽക്കുമ്പോൾ വടകരയിൽ പോയി വടകര പിടിച്ചെടുക്കും, നേമത്ത് വന്ന് ഫൈറ്റ് ചെയ്യും. ഇനിയിപ്പോൾ പാർട്ടി മാറിയാൽ 1 ലക്ഷത്തിലേറെ വോട്ട് വയനാട്ട് പോയി പിടിക്കും. ഇങ്ങനെയൊക്കെ ഫൈറ്ററായിട്ടാണ് കെ മുരളീധരനെ കാണുന്നത്. കെ മുരളീധരനെ തൃശ്ശൂർ തോൽവിക്ക് ശേഷം കണ്ടത് അങ്ങനെയല്ല. ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന മട്ടിലാണ് അന്ന് താങ്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. താങ്കളെ അലട്ടിയ പ്രശ്നം പിന്നിൽ നിന്നുള്ള കുത്താണോ? ശവത്തിൽ കുത്തല്ലേ ചക്രവർത്തി. അതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സാധാരണ രീതിയിൽ ഞാൻ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഏതെങ്കിലും മഹത്തായൊരു കർമ്മത്തിൻ്റെ വിജയത്തിന് ചില കുരുതികൾ നടക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ നടന്നിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തവണ UDFന് നല്ല വിജയം ഉണ്ടായി, അതിലൊരു കുരുതി വേണ്ടി വന്നു, അത് ഞാനായിപ്പോയി. അതിൽ ഞാൻ ആരോടും പരാതി പറയുന്നില്ല. ഇത്രയും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നിൽ നിന്ന് കുത്തിയതിനെ കുറിച്ചൊക്കെ പറയാൻ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധവുമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. താങ്കളുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു വോട്ടറാണ് ഞാൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവാണ് എൻ്റെ മണ്ഡലം. അപ്പം എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറും. എനിക്ക് നേരിട്ടറിയാം താങ്കളുടെ അവിടുത്തെ ഒരു പ്രവർത്തന രീതി. ഓരോ വീടുകളിലും നേരിട്ടെത്തുന്ന ഒരാളാണ് കെ മുരളീധരൻ. അപ്പോൾ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് മുരളീധരൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു തുടങ്ങിയോ? ഞാനതാണ് പറഞ്ഞത്, ഈ മുരളീധരൻ്റെ ഒരു പ്രത്യേകത വളരെ പെട്ടെന്നൊരു ഫൈറ്ററായിട്ട് തിരിച്ചു വരുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ ആ താങ്കളുടെ പിണക്കം, ആ വിഷമം മാറി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ശ്രീ മുരളീധരൻ, താങ്കൾ അന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിക്ക് വട്ടപൂജ്യമായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. തൃശ്ശൂരത്തെ BJPയുടെ വിജയത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞെങ്കിലും അത് ഈ BJPയുടെ പ്രവർത്തനം ഇത്തവണ തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങിയതല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ 42 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് വരുന്നത്. അദ്ദേഹം മലയാളിയാണെന്ന് തന്നെ പലർക്കും അറിയില്ലായിരുന്നു. ഞങ്ങളെപ്പോലെ ചുരുക്കം ആൾക്കാർക്ക് അറിയുള്ളൂ. ഞാൻ തന്നെ ഒരിക്കൽ പാർലമെൻറ്റിൽ വെച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം മത്സരിച്ചു. ആ മത്സരിച്ച 42 ദിവസം കൊണ്ട് തന്നെ ഒരുപാട് മുന്നേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭാവിയിൽ കേരളത്തിനെ സംബന്ധിച്ച് ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാ ജനാധിപത്യ കക്ഷികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അന്ന് പറഞ്ഞത്, നേരത്തെ സ്മൃതി മാഡം ചോദിച്ചതുപോലെ വട്ടപൂജ്യം എന്നല്ല, ആനമുട്ട സുരേഷ് ഗോപിക്ക് കിട്ടുമെന്നാണ് അങ്ങ് പറഞ്ഞത്. അന്ന് ഞാൻ ഫ്ലോറിലുണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയം വ്യക്തിപരമായ വിജയം എന്നൊക്കെ പറഞ്ഞ് താഴ്ത്തി കാണേണ്ടതുണ്ടോ? അതൊരു രാഷ്ട്രീയ വിജയമല്ലേ? കോൺഗ്രസ് വോട്ടുകളടക്കം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ ശ്രീ കെ മുരളീധരൻ? LDFിൻ്റെ വോട്ടുകൾ ഇപ്പോൾ ചോർത്തിയെങ്കിൽ UDFിൻ്റെ വോട്ടുകൾ നേരത്തെ കുറേ വോട്ട് ചോർത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് തൃശ്ശൂരിലുണ്ടായ ഒരു അട്ടിമറി എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന വോട്ട് ബാങ്കാണ് അവിടെ നഷ്ടപ്പെട്ടത്. അത് മുമ്പ് 2004 മൂവാറ്റുപുഴയിലും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മൂവാറ്റുപുഴയിൽ PC തോമസ് ആയതുകൊണ്ടും ചിഹ്നം താമര അല്ലാത്തതുകൊണ്ടും അന്ന് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പോൾ പാർട്ടി താമര ചിഹ്നത്തിൽ തന്നെ വിജയിച്ചപ്പോഴാണ് ഈ 2004 മൂവാറ്റുപുഴയിലുണ്ടായ അട്ടിമറി തൃശ്ശൂരും ഉണ്ടായി എന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിനെ വളരെ ഗൗരവത്തോടുകൂടെ പാർട്ടി കാണുന്നതാണ് എൻ്റെ പ്രതീക്ഷ. താങ്കളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന മണ്ഡലത്തിലടക്കം BJPക്ക് വലിയ വോട്ട് വളർച്ച ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതും ശരിയാ. തീർച്ചയായിട്ടും അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വട്ടിയൂർക്കാവിൽ പ്രവർത്തിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വട്ടിയൂർക്കാവിൽ ഞാൻ നിൽക്കുന്നത് ആരുടെ അക്കൗണ്ട് പൂട്ടിക്കാനോ ആരുടെങ്കിലും അക്കൗണ്ട് തുറക്കാനോ അല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ബാക്കി കാര്യങ്ങൾ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടിക്കാരും നാട്ടുകാരും എന്നെ സർബത്ത് പിഴിഞ്ഞൊരു പരിവാക്കി. അവരെയൊക്കെ ഞാൻ വിട്ടതാ, എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയേ? What's the matter, darling? ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ചിട്ട് നിന്റെ 32 പല്ല് താഴെ കിടക്കും. അതാണ് മാറ്റം. എന്നിട്ട് പോടാ. അപ്പൊ കാണാം. See you. Bye. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. Follow me.